ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ബെൻലി ഫോർമൻ ഇൻറ്റൻസ്. എണ്ണം പറഞ്ഞ പെർഫ്യൂമുകളിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ പെർഫ്യൂം. ദി സെൻറ്റ് ഓഫ് മണി, ദി സെൻറ്റ് ഓഫ് വെൽത്ത്, അതിനൊക്കെ ഡിനോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈൽ, മസ്കുലിൻ സെൻ പ്രൊഫൈൽ. നമുക്ക് പല പല കാര്യങ്ങളോട് ഈ പെർഫ്യൂമിന് നമുക്ക് റിസംബ്ലൻസ് പോകണം. ഒരെണ്ണം പറഞ്ഞ പെർഫ്യൂം തന്നെയാണ് ബെൻലി ഫോർമൻ ഇൻറ്റൻസ്. സംഗതി കാർ കമ്പനികളുടെ പെർഫ്യൂമുകൾ, കുറേ കാർ കമ്പനിയുണ്ട്. അതായത് പെർഫ്യൂം ഇറക്കുന്നത് പോർഷെ, മെഴ്സിഡീസ് ബെൻസ്, ഫെറാരി, ജാഗ്വാർ, ബെൻലി, കുറച്ച് ചില പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ ഇതിലിങ്ങനെ ക്ലിക്കായിട്ടുള്ള പെർഫ്യൂമുകൾ. അതിലൊരു പെർഫ്യൂമാണ് ബെൻലി ഫോർമൻ ഇൻറ്റൻസ്. വലിയ ഹെവി പ്രൈസിങ്ങും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കത്തിക്കയറി. അങ്ങനെ ഇത് പെർഫ്യൂം കൊലീഷ്യർ, പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കയ്യിൽ ഈ പെർഫ്യൂം നിർബന്ധമാണ്. കാരണം അത്ര ഓൾമോസ്റ്റ് നിയർ ടു പെർഫെക്ഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂം. സംഗതി ഇതിന് ഒരു ക്യാരക്ടറും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിനൊരു ഇത് എപ്പോഴും വാരി വിളിച്ചടിക്കാൻ പറ്റില്ല. കുറച്ച് തണവുള്ള നേരത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആണ് ഈ പെർഫ്യൂം അടിക്കാൻ പറ്റുക. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഇത് ഓൾ സീസൺ ഫ്രാഗ്രൻസ് അല്ല, പക്ഷെ അതൊക്കെ ലെറ്റ്സ് സെറ്റ് അപ്പാർട്ട്. ഈ പെർഫ്യൂം ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഗതി വർത്ത് ദ ഹൈപ്പാണ്. ഈ പെർഫ്യൂമിൻ്റെ സെൻ പ്രൊഫൈൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫ്യൂം ഇപ്പോൾ ഇത് പുതിയ പെർഫ്യൂമാണ് കേട്ടോ, ടെസ്റ്റർ പുതിയതാണ്. ഈ പെർഫ്യൂം ഒരു കൊല്ലം മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഇനഫ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ജിമ്മിലെ മാഷിനത് ഗിഫ്റ്റ് കൊടുത്തു. പകുതി മുക്കാലോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതാണ് എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്. അന്നൊക്കെ ഭയങ്കര വൈൽഡ് റിയാക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് എന്ന് ഞാൻ പറയാൻ പറ്റില്ല, മിക്സ്ഡ് ആണ് എൻ്റെ റിയാക്ഷൻസ്. കാരണം ഈ പെർഫ്യൂം അടിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകൾ അടിക്കണം. നല്ല ഭയങ്കര മാച്ചോ ആയിട്ടുള്ള ബിയേഡൊക്കെ വെച്ചിട്ടുള്ള, നല്ല താടി, നല്ല ബിയേഡ്, നല്ല ഹെവി വോയിസ്, അതൊക്കെ എനിക്ക് അങ്ങനത്തെ ആളുകൾ മറ്റേ സിഗ്മ മെയിലിങ് അങ്ങനെയല്ല. നിങ്ങൾ അരഗണ്ടല്ല, ബട്ട് യു വാണ്ട് ടു ബി അരഗണ്ട്. അങ്ങനത്തെ ഒരു ഫീൽ ആളുകൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു ബി സംതിങ്, അങ്ങനത്തെ ഒക്കെ ഫീൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ് ബെൻലി ഫോർമൻ ഇൻറ്റൻസ്. നോ അതർ ചോയ്സ് ഗൈസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പെർഫ്യൂം, ഇതിൻ്റെ ഓഫറിങ് അതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആവണം. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയ നീഷ് ക്വാളിറ്റി സാധനം. ഇതിൻ്റെ ക്വാളിറ്റി, ജ്യൂസ് ക്വാളിറ്റി ഒക്കെ അപാരമാണ്. വെറും നമുക്ക് അങ്ങനത്തെ കച്ചറ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഫീൽ ആവും ഇത് സംതിങ് ജ്യൂസ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാകുന്ന ഫീൽ ആവുന്ന രൂപത്തിൽ തന്നെയാണ് പെർഫ്യൂം ഉള്ളത്. ഈ പെർഫ്യൂമിൻ്റെ സെൻ പ്രൊഫൈൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ചെറിയൊരു ബൂസി നോട്ടുണ്ട്. അത് സംഗതി അതങ്ങനെ ഫീൽ ആവുമൊന്നുമില്ല. ഇത് കുറച്ച് വുഡി ലെതറി, അതിലാണ് ഹെവി ആയിട്ട് കിടക്കുന്നത്. അതിൽ കൂടെ ഒരു 30%, ഒരു 50%, ഒരു 60%, അത് രണ്ടും കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 30% നമ്മുടെ ഇത് വരും, ബൂസി നോട്ട്. അത് ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണിങ് ചിലപ്പോൾ കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ കഴിയണം. അതായത് ചെറിയൊരു തലവേദന നിൽക്കുന്ന നോട്ട് കണ്ടമാനം ഓപ്പണിങ്ങിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് ടോളറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഓപ്പണിങ് വിട്ടിട്ടുള്ള ഫേസാണ്. ഓപ്പണിങ് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് ഫ്രാഗ്രൻസ് ആയിട്ട് മാറുന്നുണ്ട് സാറേ. ഒരു 1.5 പെർഫ്യൂം തന്നെയാണ്. ഇത് സംഗതിക്ക് ബ്ലൈൻഡ് ബൈ നിങ്ങളിത് നിർബന്ധമായിട്ട് വാങ്ങിക്കണമെന്ന് പറയണം, പക്ഷേ ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവല്ല എല്ലാവർക്കും. അതുകൊണ്ടാണ് സംഗതി ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ആളുകൾ ഈ പെർഫ്യൂം വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് സ്റ്റേജിനെ 2x 2 മടങ്ങ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ആ ഒരു സംഗതി എന്താ വെച്ചാൽ, വാട്ട് ഈസ് യുവർ കറണ്ട് സ്റ്റേറ്റ് വിൽ എൻഹാൻസ്. അത്ര മൂടി ആയിട്ടുള്ള ഡെപ്തുള്ളൊരു സെൻ പ്രൊഫൈൽ. ഇതിൻ്റെ ഓപ്പണിങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സെഡക്റ്റീവ് നേച്ചറുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ രാത്രി ഡേറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് അടിച്ച് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ഫേസിലാണുള്ളത്. അതേപോലെ അതിന് കുറച്ച് തണവുള്ള നേരത്തൊക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ ഇതൊരു മാജിക്കൽ ഫ്രാഗ്രൻസ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വൈൽഡ് റിയാക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പെർഫ്യൂംസ്
എല്ലാ സാഹചര്യങ്ങളും അടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത്. ഇത് ഓഫീസിൽ അങ്ങനെ വാരി വലിച്ചടിക്കാൻ പറ്റില്ല, കുറച്ചടിക്കാൻ പറ്റുള്ളൂ. സോ ചെറിയൊരു കുര എന്താവും. സോ അങ്ങനെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ക്ലിക്കായല്ലോ, അല്ലെങ്കിൽ ആളുടെ ഒരു പെർഫ്യൂം സജഷൻ ആൾ അടിക്കാറുള്ളത് പറഞ്ഞത് ദിപ്റ്റിക് ആൻഡ് ഡെൻറ്റിൽ ഇത് രണ്ടും കൂടി ലെയർ ചെയ്തിട്ടാണ് അടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനത് ട്രൈ ആക്കിയായിരുന്നു. അതൊരു മാജിക്കൽ ഫ്രാഗ്രൻസ് ആണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ദി ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അവർ ബ്രെയിൻ ആംപ്ലിഫൈസ് അവർ പെർസ്പെക്റ്റീവ് ഓർ അവർ പെർസ്പെക്ഷൻ ടുവേർഡ്സ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ലൈം ലൈറ്റ്. അതായത് നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയർ, സെൻസ് ഓഫ് അവരടിക്കുന്ന പെർഫ്യൂം, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്ന് നമുക്കങ്ങോട്ട് തോന്നും. ഇതൊരു ബ്രെയിൻ ട്രിക്ക് ചെയ്യുന്ന കാര്യമാണ്. സോ നമ്മളതിൽ ഇതാവരുത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്ലാസ് റൂമിലാണ്, ജസ്റ്റ് +2 കൂട്ടുക. ആ സമയത്ത് നമ്മുടെ സാർ ഒരു പെർഫ്യൂം അടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരൊരു പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. നമ്മൾ മൈൻഡ് നോട്ടീസ് ചെയ്യുക സാർ അടിച്ചിട്ടുള്ള പെർഫ്യൂം ആയിരിക്കും. സാറ് നമ്മുടെ അടുത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ സാർ അടിച്ചിട്ടുള്ള പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും നമ്മുടെ മൈൻഡിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്യുക. സപ്പോസ് ഇനി ഒരു ഫംഗ്ഷന് നമ്മൾ പോയി, ഒരു ഗസ്റ്റ് വരുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ ആ ഗസ്റ്റ് അടിച്ചിട്ടുള്ള പെർഫ്യൂം ആയിരിക്കും നമ്മുടെ മൈൻഡ്. അപ്പുറത്ത് അവരും അടിച്ചിട്ടുള്ള പെർഫ്യൂം അടിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുക ദ വൺ ഹൂ ഈസ് ഇൻ ലൈം ലൈറ്റ്. സോ അതൊരു ഫിനോമിനയാണ്, മനുഷ്യനിലുള്ളൊരു സംഗതിയാണത്. സോ അത് വെച്ച് നമ്മൾ ട്രിക്കാക്കരുത്. സോ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫ്യൂം ബ്ലൈൻഡ് ബൈ അല്ല. എനിക്ക് 5000 രൂപയുടെ താഴെ ഈ പെർഫ്യൂം എല്ലാവരും വാങ്ങിക്കണം, ബ്ലൈൻഡ് ബൈ ചെയ്യണം, സജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് അങ്ങനെ എല്ലാവർക്കും സെയിം എമൗണ്ട് ഓഫ് റിയാക്ഷൻ, സെയിം ലെവൽ ഓഫ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്ന് വരില്ല. കാരണം ഇതൊരു ഹെവി ഫ്രാഗ്രൻസ് ആണ്, ഹെവി മസ്കുലിൻ മാച്ചോഗി ഫ്രാഗ്രൻസ് ആണ്. എല്ലാവർക്കും ഈ പെർഫ്യൂം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇനി അഥവാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തന്നെ ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിനോട് ഒത്തു നിൽക്കുകയും ചെയ്യില്ല. അതാണ് ഒരു കൊല്ലത്തിന് ഞാൻ പറഞ്ഞില്ലേ, കുറേ മുന്നേ ഞാൻ ഈ പെർഫ്യൂം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇത് ഇതിൻ്റെ ക്യാരക്ടറിനോട് ഒരു 1-to-1 അലൈൻമെൻറ്റ് കിട്ടുന്നില്ല. സോ ചില നേരത്തൊക്കെ ആൾക്കാർ എന്നുള്ള റിയാക്ഷൻ കുറച്ച് വൈൽഡായിരുന്നു എന്ന് പറയാൻ കാരണം. സോ 9+ hours പ്രൊജക്ഷൻ ഈ സെയിം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇന്ന് ഞാൻ ടെസ്റ്റ് ആക്കിയതാണ്. ഇപ്പോൾ ഞാൻ അന്നത്തെ സാധനത്തെ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. 9+ hours പ്രൊജക്ഷൻ, മറ്റേ ലാസ്റ്റിങ് 3+ hours പ്രൊജക്ഷൻ, അറ്റൻഷൻ ഗ്രാബിങ് പെർഫ്യൂമാണ്. അതന്നെ പറയുള്ളൂ. സെൻഡ് ഓഫ് മണി. പെർഫെക്റ്റ് ആളുകൾ ഈ പെർഫ്യൂം, ഇതിൻ്റെ ആപ്റ്റായിട്ടുള്ള ആളുകൾ ഈ പെർഫ്യൂം അടിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഞാൻ ഈ പെർഫ്യൂമിന് മോൺ ബ്ലാങ്ക് ലെജൻഡ് ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ പെർഫ്യൂം അടിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഡീൽ ബ്രേക്കിംഗ് പെർഫ്യൂമാണിത്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമൊന്നും വരാത്ത, ഈ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങളൊന്നും തോന്നാത്ത ഒരു പെർഫ്യൂം തന്നെയാണ്. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.